Chennai Samartha Group of Institution, India's gold medal college. 25,000 students placed so far. നമ്മൾ കുറേ മൊമെന്റ്സ് ഷെയർ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തല്ലും അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മിസ് ചെയ്തത് ഭയങ്കര ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാനും ഈയും തമ്മിലുള്ള ഒരു ടൈം ഒരു രീതിയിലും എന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഐ എം വെരി സോറി. അല്ല, ഞാൻ ആദ്യം പറയാം വെരി സോറി. ബിക്കോസ് സോറി പറയുന്നത് ഞാൻ മനസ്സ് തുറന്ന് പറയുന്ന കാരണം അതുകൊണ്ട് ഇനി എന്നെ വിഷമിപ്പിക്കില്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. അച്ഛൻ എന്നിട്ട് ഇറങ്ങിയിട്ട് വിളിച്ചോ? വേടാ പോടെയാണ്. ഹായ് തന്ത പറയും. സിജോനോട് ഭയങ്കര നന്ദി പറയണം. ഞാൻ ചുമ്മാ അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞേ സ്നേഹം വരട്ടെ, ഞാൻ ഫ്രഞ്ചൈസ് അടിക്കും. സിജോ കറക്റ്റ് ടൈമിൽ ഓടുന്നു, അടിക്കണോ അടിക്കണോ അടിക്കണോ. ഞാനും കുറെ ദിവസം ആയല്ലോ അതിനകത്ത്, ഞാനും കണ്ടു. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സുവർണ അവസരം തരാം. അതും കൂടെ ഈ വഴിക്കാട് കയറിയ 6 പേരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ കണ്ടസ്റ്റൻസ് ആരായിരുന്നു? ഇന്നെന്തായാലും പറയില്ല, പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നി സിബിൻ ആൻഡ് പൂജ. ഇപ്പൊ ഫയർ ആവും, ഇപ്പൊ ഫയർ ആവും. എന്താവാത്തൊന്നാവ് പുഷ്പല്ല, ബിഗ് ബോസ് ആയിരുന്നു ഫയർ ആവും. ഹൗസിനകത്ത് കേറുമ്പോ മനസ്സിലായില്ല എന്താ ബിഗ് ബോസിന്റെ കാറിനകത്ത് ഇരുന്ന് റിവ്യൂ ചെയ്യുന്ന പോലെ അല്ല എന്നുള്ളത്. ഗാലറിയിൽ ഇരുന്ന കളി നമ്മൾ എങ്ങനെ കളിക്കണം നമ്മളിഷ്ടമാണ്. ഞാൻ പുറത്തിരിക്കുമ്പോൾ ആസ് എ വ്യൂവർ നമുക്ക് എല്ലാവരും അഗ്രഷനിൽ കളിക്കണം എന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്കും പലരുടെയും മനസ്സിൽ പോകുന്നത് എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ അടിപ്പിടി. അതിനൊരു ജീവിതം നന്നായി പോകണമെന്ന് ഇവർക്ക് താല്പര്യമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഞാൻ കണ്ടെടുത്തോളം അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്തുന്ന ഒരു വ്യക്തിയും സായി ആയിരുന്നു. കാരണം ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവർക്കും കുറെ ഹെൽപ്പ് ചെയ്യുന്നു, സായും ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോ വീട്ടിലകത്ത് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ അതിനകത്ത് ചെയ്ത ഓരോ കാര്യങ്ങളും ഞാൻ എന്റെ തന്നെ തെറ്റുകൾ റെക്ടിഫൈ ചെയ്തു. ഞാനതാ പറയാം, ഞാൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് ജീവിച്ച സമയത്തൊക്കെ സെൽഫ് ക്ലെൻസിങ് എന്ന് പറഞ്ഞ സാധനമായിരുന്നു എന്റെ മൈൻഡ്. ആ ഒരു പ്രോസസ്സിലേക്ക് എത്തി. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയൊന്നും നോക്കില്ല. അപ്പൊ ഈ പ്രോസസ്സ് ആദ്യം കേറുമ്പോഴേ മൈൻഡിൽ ഇത് തന്നെയായിരുന്നോ? ഞാൻ ഈ സംഗതി അതിനകത്തുനിന്ന് ഒരു വട്ടം ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ആർഗ്യുമെന്റ് വന്ന സമയത്ത്. ഇതിപ്പോ പലരും എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവും, നീ എന്തിനാണ് പിന്നെ കയറിപ്പോയെ? ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഒരു വെർബൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലാപ്പ് ചെയ്ത് പോരേണ്ട ഒരു സ്ഥലമായിട്ടോ ഭയങ്കര അതിന്റെ മുകളിൽ മാസ് അങ്ങനെ ചെയ്യാതെ ചെയ്യുന്നവരുണ്ടാവും. അത് കണ്ടന്റ് ആക്കാം, അതൊക്കെ നമുക്ക് ആ തോട്ട് പ്രോസസ്സിൽ പോവാം. കഴിഞ്ഞ കൊല്ലം ഞാൻ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ സീസൺ 5 ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ഞാൻ ഇതേ ഒരു സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ മൂഡിലാണ് ഇന്റർവ്യൂ കൊടുത്തത്. സീസൺ 6 ഇന്റർവ്യൂ എൻ്റെ കഴിഞ്ഞതിന് ശേഷം എന്നോട് അവിടുന്ന് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത കൂട്ടത്തിലുള്ള ഒരാൾ, ഞാൻ പേര് പറയുന്നില്ല, എന്നോട് ചോദിച്ചു, സായിൻ്റെ അഹങ്കാരമൊക്കെ പോയത്? സാർ എല്ലാം പോയി, അഹങ്കാരമൊന്നും ഇല്ല. ലൈക്ക് എനിക്ക് ഇനി ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലൈഫ് ഭയങ്കരമായിട്ട് നോക്കണം, ഞാനത് നോക്കിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ഇയറിലെ പോലെയല്ല, എൻ്റെ ആവശ്യങ്ങൾ ഇന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമ്മളെ ആവശ്യങ്ങൾ അവർ കേൾക്കും, അതിൽ കൺവിൻസ്ഡ് ആയാൽ മാത്രമേ അവർ നമ്മൾ ആ ഷോയിലേക്ക് വിളിക്കും. അപ്പം ഞാൻ ഈ ആവശ്യങ്ങൾ, ഞാൻ എന്താണോ അതിനകത്ത് പ്രവർത്തിച്ച കാര്യങ്ങൾ, അത് ഓൾറെഡി ഇൻഫോംഡ് ആണ്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ പ്രോസസ്സ് ആവശ്യമാണ്. ഞാൻ പക്ഷെ ഇവരോട് ആരും ഷെയർ ചെയ്തിട്ടില്ല, ഞാൻ പുറത്ത് എവിടെയും ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ ചില ടൈമിൽ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്നിപ്പോൾ രാവിലെ ഒരു പയ്യൻ മെസ്സേജ് അയച്ചിട്ട് സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അവന് ഞാൻ ഫെബ്രുവരിയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവൻ എന്നോട് ചോദിച്ചു, ഒരു വീഡിയോനകത്ത് അച്ഛൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ പറഞ്ഞപ്പോൾ അച്ഛൻ ഞാൻ അത്ര ഓക്കെ അല്ല എന്ന് ഞാൻ അന്ന് വീഡിയോ പറഞ്ഞപ്പോൾ എനിക്ക് വന്ന് മെസ്സേജ് അയച്ചു, ബ്രോ പറയാൻ പറ്റുമെങ്കിൽ ബ്രോ എന്നോട് തുറന്ന് പറ, അപ്പോൾ ബ്രോൻ്റെ ആ ഒരു ബാഗേജ് ഇറങ്ങി പോകുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവന് കൊടുത്ത റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പറയേണ്ട ഒരു ടൈം വരും, ഞാൻ അപ്പോഴേ ഇത് പറയൂ, എനിക്ക് അപ്പോഴേ എന്നൊരു സമാധാനം കിട്ടും. ഇന്ന് അവൻ എനിക്ക് രാവിലെ ഒന്ന് ബ്രോ ഐ എം വെരി ഹാപ്പി ബ്രോ, അത് ഇറക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഞാനത് ഞാനത് മറന്നുപോയി. ഞാൻ അവനോട് അത് പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി. ഇതേപോലെ ഞാൻ 1-2 ആൾക്കാരോട് ഞാൻ ഈ കേസുകൾ പറയുന്നതാണ്. അപ്പം അവർക്ക് ചിലപ്പോൾ ഓക്കെ ഇവൻ ചെയ്തത് എന്താണെന്നുള്ളത് കണക്ട് ആയിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണോ ബിഗ് ബോസ് പോയെന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ ഈ മറ്റേ അച്ഛൻ്റെ ഇഷ്യൂ ആണെങ്കിലും ഇപ്പം സ്നേഹമാണല്ലോ പുറത്ത് ഡീൽ ചെയ്യുന്നത്, ലൈക്ക് ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് വരുന്നു. അപ്പൊ അകത്ത് ഇപ്പൊ സായി ഇപ്പൊ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോഴും പുറത്ത് അച്ഛൻ്റെ ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ആ ടൈമില്? അച്ഛൻ ഞാൻ പറയട്ടെ, അച്ഛന് ഞാൻ കയറുന്നതിൻ്റെ ഒരു 3-4 ദിവസം മുന്നേ ഞാൻ വിളിച്ചു. ഞാൻ 3-4 മണിക്കൂർ രാത്രി 12 മുതൽ 4 മണി വരെ സംസാരിച്ചു. അച്ഛനോട് പറഞ്ഞത് അച്ഛന് വിഷമമായി എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഞാൻ ആ സമയത്ത് ഓർത്തില്ല ഒരു സംഭവം. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സാധനം തോന്നുള്ളൂ, ആ ഒരു ചെറിയൊരു ഇഷ്യൂ ആണ്. പക്ഷെ
ചെറിയ കുട്ടികളാവുമ്പോൾ ചെറിയൊരു ട്രോമ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അങ്ങനെയല്ല, സായി ഇങ്ങനെ വിചാരിച്ചിട്ടാവും പെട്ടെന്ന് ആ ഒരു സംഭവം ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും അച്ഛൻ പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമായി, ഞാനത് ഓർമ്മയിൽ തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് കുറെ പലരും അത് കളിയാക്കിയിട്ടുണ്ട്. എപ്പോഴും കമന്റ് ബോക്സിലോ പിന്നെ ഒരു പൊറാട്ട പ്രശ്നം പറയാനാണോ പോണേന്നൊക്കെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അവര് ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറയാതെ ടൈം ബോംബ് അതിന് മുന്നോട്ട് പോവാണ്. നാളെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛനോടുള്ള ഒരു അഗ്രഷൻ കാരണം ഒരു വെർബൽ സാധനത്തിൽ നിന്ന് മാറിയിട്ട് ചിലപ്പോൾ ഒരു ഫിസിക്കൽ സാധനത്തിലേക്ക് ആ സാധനം പോവാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയി പോകുന്ന ടൈമിൽ എനിക്കത് ഹോൾഡ് ചെയ്യാന്നുള്ളത് എനിക്ക് വഴിയുള്ളൂ. അപ്പൊ ഞാൻ നോക്കുന്ന ടൈമിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ചില അച്ഛന്മാർക്കും അമ്മമാർക്കും ഇപ്പൊ എന്നെ പഠിപ്പിച്ച ഫീൽഡിലേക്കല്ല ഞാൻ പോയത്, ഞാൻ എൻറ്റയർലി ഒരു ഡിഫറൻറ്റ് സാധനമായിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഡിഫറെൻ്റ് ആയി പോയിട്ട് ഞാൻ എത്ര പൈസ സമ്പാദിച്ചാലും എന്തൊക്കെ അവർക്ക് ചെയ്തു കൊടുത്താലും അവർക്കൊരിക്കലും അതൊരു സന്തോഷവും സുഖവും സമാധാനവും അവർക്ക് ലൈഫിൽ വരില്ല. അപ്പം അവർ ചിന്തിക്കുന്നത് എന്താ, ഒന്നില്ലെങ്കിൽ അവർ വിചാരിച്ച ഒരു ഫീൽഡിൽ ഞാൻ എത്തി, അതിൽ നിന്ന് വരുന്ന സമ്പാദ്യവും സംഗതികളോ. പല ഫാമിലിയിലും പല അച്ഛനമ്മമാർ അങ്ങനെ ആയിരിക്കാം. എത്ര നമ്മൾ മക്കള് ചെയ്താലും അവർ വിചാരിച്ച ഒരു രീതിക്ക് നമ്മൾ പോകണം. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ അവർക്ക് ഒരു ഫെയിം, ഇപ്പം യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനത്തിൽ സീക്രട്ട് ഏജൻറ്റ് ഒരു ഫെയിം സാധനമാണ്. പക്ഷെ അതിനും അമ്മയും ബാക്കിയുള്ളവരും പിന്നെ അതൊന്ന് ഓക്കെ അങ്ങനെ ആയല്ലോ എന്നുള്ളതിലെത്തി. അച്ഛന് പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അച്ഛൻ അപ്പോഴും പറയുന്നു വീഡിയോ ഇട്ടിട്ട് ആ ഒരു മൂഡാണ്. പക്ഷേ ഈ ബിഗ് ബോസിലേക്ക് എന്ന് പറഞ്ഞു കേട്ടത് മുതൽ അച്ഛൻ്റെ വർത്തമാനത്തിലും ടോണിലും വന്നൊരു മാറ്റം ഞാൻ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തിരുന്നു. ഈവൻ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കയറുന്നതിന് മുമ്പ് ഞാൻ ലൈഫ് സ്റ്റോറി പറഞ്ഞിരുന്നു. അച്ഛൻ പറഞ്ഞത് എന്നോട് വന്നിരുന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നു അച്ഛൻ. അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോ മാറ്റം ഉണ്ടല്ലോ. അപ്പോൾ ആ മാറ്റം ഒന്നും കൂടിയും ക്ലിയർ ആക്കാനും പിന്നെ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗത്താ തെറ്റുകൾ, എന്റെ ഭാഗത്താ തെറ്റ് സംഭവിച്ചത്. ഞാനവിടെ പറയും ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ സംസാരിക്കില്ല. രണ്ടുപേരും വല്ല സായിനെ ഞാൻ പറയുള്ളൂ, സായി ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അച്ഛന്റെ ഭാഗത്തല്ല വിഷയം, എന്റെ ഭാഗത്താ. ഞാനാണ് സംസാരിക്കാതിരുന്നതും. അത് യൂഷ്വലി എനിക്ക് തോന്നുന്നു NRI ഫാമിലിയിലൊക്കെ പറ്റുന്ന ഒരു പ്രശ്നമാണ്. അച്ഛൻ എന്നിട്ട് ഇറങ്ങിയിട്ട് വിളിച്ചോ? ആ പിന്നെ എടാ പോടെയാണ്. ഹായ് തന്ത പറയും. പിന്നെ ഹെൽത്ത് ഇഷ്യൂ ഉള്ള സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചു, 2-3 വട്ടം മെസ്സേജ് അയച്ചു. എനിക്ക് അതൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു. കാരണം അച്ഛന് ഹാർട്ടിന് പ്രശ്നം വന്ന് അച്ഛൻ ചെന്നൈയിൽ കിടക്കുന്ന സമയത്തൊക്കെ എന്നെ വിളിക്കും. അപ്പൊ അച്ഛന്റെ മൈൻഡിൽ ചിലപ്പോൾ കാണും മകനൊന്ന് വരണം ഇരിക്കണം. ഞാൻ ഇവിടുന്ന് ഫോൺ എടുത്തിട്ട് എത്ര വേണ്ടേ, അങ്ങനെ അതാണ് സത്യം. ഇല്ലെങ്കിലും പക്ഷെ ബാക്കിന്ന് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഹെൽപ്പ് എന്നുള്ളത് വേറെ ടേംസ്. പക്ഷെ എനിക്കത് ഹെൽപ്പിനേക്കാൾ കൂടുതൽ ഒരച്ഛനെ ചിലപ്പോൾ മകന്റെ നിന്ന് കേൾക്കാവുന്ന ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള സാധനമാണ്. അതായത് ഞാൻ അച്ഛന് സുഖമാണോ എന്നല്ല ചോദിക്കണേ, നിങ്ങൾക്ക് എത്ര വേണ്ടേ. അത് ഭയങ്കര മോശം സാധനമാണത്. അപ്പൊ അതിന്നൊക്കെ മാറി പുറത്തു വരാൻ എനിക്ക് ഈ പ്ലാറ്റ്ഫോം ഇപ്പം ഇതിനകത്ത് പക്ഷെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സീക്രട്ട് ഏജന്റ്. കാരണം നമ്മൾ വൈൽഡ് കയറുന്ന ആ ഒരു 6 പേരിലും ഏറ്റവും കൂടുതൽ കമന്റ് ബോക്സിലായാലും വീഡിയോസിൽ സായി സായി തീ 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 എന്നുള്ള പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സായി എന്ന് പറയുന്ന ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ് ആൾക്കാർ കണ്ടത്. പക്ഷെ ഇതേ സായി തന്നെയാണ് ഈ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പം അതിൽ തന്നെ കഴിഞ്ഞൊരു കണ്ടസ്റ്റന്റ് വന്നിട്ട് സായിയുടെ ഒരു ഇതിന് റിയാക്ട് ചെയ്തായിരുന്നു. അതായത് ഹൗസിനകത്ത് കയറുമ്പോൾ മനസ്സിലായില്ല എന്താ ബിഗ് ബോസിന്റെ കാറിനകത്ത് നിന്ന് റിവ്യൂ ചെയ്യുന്ന പോലെ അല്ല എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഒരു കേസ് പറയാം. റോബിൻ ആണെങ്കിലും ഉള്ളിലുള്ള സമയത്ത് ഞാൻ പല വീഡിയോസ് റോബിൻ ചെയ്തിട്ടുണ്ട്. റോബിൻ പുറത്തിറങ്ങി ഫസ്റ്റ് ചെയ്ത പരിപാടി എന്താ അറിയോ, ബ്രോ ഐ ലൈക്ഡ് ഓൾ യുവർ കണ്ടന്റ് വീഡിയോസ്, ഞാനത് ആ സെൻസിൽ എടുക്കുന്നുള്ളൂ. സോ റോബിൻ അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണ്. അത് എനിക്കറിയാം. കാരണം ഇതിന് മുമ്പ് അവൻ പോയി ഇറങ്ങിയ ടൈമിൽ എനിക്ക് അയച്ച മെസ്സേജ് അങ്ങനെയായിരുന്നു. സോ അവൻ പുറത്തുള്ളപ്പോൾ എനിക്കറിയാം ആരൊക്കെ എന്തൊക്കെ പറയുന്നുള്ളത് എനിക്കറിയാം. കാരണം ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ ആണ്. ഞാനപ്പോൾ ആ പറയുന്നതിന് ഞാൻ പലരെയും കണ്ടന്റ് ആക്കിയിട്ടുണ്ട്, എന്നെ പലരും കണ്ടന്റ് ആക്കും. സോ അത് സ്കാവഞ്ചിങ് പരിപാടി എന്താണെങ്കിലും നടക്കും. അപ്പം അതിലൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമില്ല. ഞാൻ ഇപ്പോൾ ഇന്നലെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ ആ സാധനം തന്നെ എന്നെ പറഞ്ഞു ഞാൻ നിന്നെ പറഞ്ഞു, ആ മൂഡ് വേറെ ഒന്നുമല്ല. ഇതിന് മുകളിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ സായി പറയുന്ന കാര്യമായിരുന്നു, അതായത് ഗാലറിയിൽ നിന്ന് കളി കാണുന്ന പോലെ അല്ല കളിച്ച. ശരിക്കും അത് സായിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തായിരുന്നോ? ഞാൻ ഗാലറിയിൽ ഇരുന്ന കളി നമ്മൾ എങ്ങനെ കളിക്കണം നമ്മളെ ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ പുറത്തിരിക്കുമ്പോൾ ആസ് എ വ്യൂവർ നമുക്ക് എല്ലാവരും അഗ്രഷനിൽ കളിക്കണം എന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്കും പലരുടെയും മനസ്സിൽ പോകുന്നത് എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി. അതിനൊരു ജീവിതം നന്നായി പോകണമെന്ന് ഇവർക്ക് താല്പര്യമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് വ്യൂവേഴ്സിനോട്, ഇപ്പൊ ഞാനും അങ്ങനെ വ്യൂവർ ആയിട്ടിരുന്ന ഒരാള് സ്നേഹിയാണെങ്കിലും പല സമയത്തും നമ്മള് ലാലേട്ടൻ വന്ന് പറയുന്നത് സാറ്റർഡേ സൺഡേ എപ്പിസോഡില് ഇത് സൊസൈറ്റിന്റെ റിഫ്ലക്ഷൻ ആണെന്നാ പറയുന്നത്.
എക്സാക്ട്ലി. സൊസൈറ്റിയിൽ എന്താ നടക്കുന്നത്? 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു കച്ചറയാണെങ്കിൽ അതിൽ ഇടപെടാൻ 10, 100, 1000 ആളുകളുണ്ടാവും. 2 വ്യക്തികൾ തമ്മിൽ വളരെ ഈസി ആയിട്ട് സന്തോഷത്തിൽ സംസാരിച്ച് സെറ്റിൽ ആയിരിക്കും ഒരു മനുഷ്യനോട് തിരിഞ്ഞു നോക്കില്ല, അവർക്ക് അത് താല്പര്യമില്ല. അപ്പൊ അതിനുള്ള സൊസൈറ്റിയിലും നടക്കുന്നത്. അപ്പൊ നമ്മളാണത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അൺവാണ്ടഡ് ആയിട്ടൊരു കച്ചറ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏതിൽ പെടും, നമ്മുടെ പാത്ത് നമ്മളാ ചൂസ് ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ ചൂസ് ചെയ്ത ഒരാളാണ്. എനിക്കിപ്പോ അത് കോടിക്കണക്കിന് ആൾക്കാർ അതിൽ എതിർത്താലും എനിക്ക് 100 ദിവസം അല്ല ബിഗ് ബോസ്. നമുക്കൊക്കെ ലൈഫ് മൊത്തം ഈ സാധനം ഉള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് എന്ത് വരാൻ പാടില്ല, വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ പിന്നെ ഇത് ഇറങ്ങിയിട്ട് ഈ അടി തീർക്കാൻ സമയം ഉണ്ടാവില്ല. അതെ, അത് ശരി കേട്ടോ. അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ ഒരാക്കില്ല മിസ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ എന്റെ ഭാര്യനെ ഞാൻ മിസ് പോലും ചെയ്യൂല. അതാ വിഷ് വീഡിയോ കാണുമ്പോ ആ വിഷ് വീഡിയോയുടെ എക്സ്പ്രഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ കില്ലറായിരുന്നത്. അത് കഴിഞ്ഞ് സ്നേഹ ഫാമിലി റൗണ്ടിൽ എൻ്റർ ചെയ്യുന്നു, വീഴമഴ പാട്ട് വെക്കുന്നു, സായി വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. ലൈക്ക് ആ ഒരു മൊമെന്റ് എങ്ങനെയുണ്ടായിരുന്നു സ്നേഹയ്ക്ക്? സ്നേഹ എക്സ്പെക്ട് ചെയ്തായിരുന്നു ലൈക്ക് ഇത്രയും ലവ് കെയർ കിട്ടുന്നുള്ളത്? ഞാന് അവിടെ അല്ല, ഞങ്ങള് പ്രേമിക്കാൻ തുടങ്ങിയ സമയത്ത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ നമുക്കറിയില്ല, ഒന്ന് കഴിഞ്ഞാൽ ഒരു 5-6 കൊല്ലം സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ നോർമൽ ആയിട്ട് പോകുമല്ലോ. അത്രയും മോശമാണ് സായി. സ്നേഹ കെഞ്ചും ഒരു സെക്കൻഡിനോട് സംസാരിക്കും. അതിൽ ഞാൻ നോക്കിയിട്ട് എന്തൊരു സെക്കൻഡ് പോയി കൊടുത്തു. പിന്നെ ഞാൻ പറയും പോട്ടെ പുല്ല് പറഞ്ഞിട്ട് ഞാൻ എന്റെ വഴിക്ക് പോകും. അല്ല, അങ്ങനെയായിരുന്നു. 2 പേരും 2 എൻഡിലായിരുന്നു. അത്രയും ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഉള്ളിലുണ്ട്. നമ്മളെ എക്സ്പ്രസ് എനിക്ക് മനസ്സിലായി സായിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഇമോഷണലി ആയിട്ട് അങ്ങനെ ഒന്നും ഇല്ലെന്ന് അറിയാം. ഞാൻ ഓക്കെ വിടാന്ന് വിട്ടിട്ട് വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ കയറാൻ നേരത്താണ് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അതിന്റെ ഉള്ളിൽ കയറിയല്ലേ, അപ്പൊ ആദ്യമായിട്ട് കയറിയില്ല. അപ്പൊ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. പക്ഷെ ലൈക്ക് എക്സ്പെക്ട് ചെയ്യാത്തത് ഇത്രയും ഒരു എഫെക്ഷൻ കാണിക്കും അല്ലെങ്കിൽ ഇഷ്ടം കാണിക്കും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അത് സിജോനോട് ഭയങ്കര നന്ദി പറയണം. ഞാൻ ചുമ്മാ അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞു സ്നേഹ വരട്ടെ, ഞാൻ ഫ്രഞ്ചൈസ് അടിക്കും. സിജോ കറക്റ്റ് ടൈമിൽ ഓടുന്നു, അടിക്കണം. ഞാനും കുറെ ദിവസം ആയല്ലോ അതിനകത്ത്, ഞാനും കണ്ടു. അതല്ല ഇപ്പൊ മതി ഇപ്പൊ വികാരം മതി. ഞാനൊരു കേസ് അല്ല, പറയുന്നതെന്താ മനുഷ്യന്റെ വികാരല്ലേ. ഞാൻ ചെയ്യും. അല്ല, പണ്ട് ഞാൻ ഇന്നോടൊക്കെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറയാം, ബിഗ് ബോസിന്ന് പല ക്വസ്റ്റ്യൻസും നിങ്ങൾ ചോദിക്കാറുണ്ട് പലരും. ഞാൻ ഒമർലൂരിന്റെ അടുത്തിട്ട് ഒരാൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു തന്നാണ്. അത് ഹ്യൂമൻ ഇമോഷൻസ് കാണും, അതും കൂടി കൺട്രോൾ ചെയ്യേണ്ട ഒരു സ്ഥലമാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോ അതൊന്നും മാറ്റി വെച്ചിട്ട് ഒരാൾക്കും പോയിട്ട് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സംസാരിക്കുമ്പോഴെങ്കിലും നമ്മൾ ആ ഇമോഷൻസിലേക്കൊക്കെ പോകും, ചിലപ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സുവർണാവസരം തരാം. അതും കൂടെ ഉമ്മ നേരത്തെ വെച്ചു, പക്ഷെ ഉമ്മ വേണ്ട. ഒരു നല്ല ഒരു പ്രപ്പോസല്, അതായത് സിനിമയുടെ ഡയലോഗ്സ് ഒന്നും വേണ്ട, ബിഗ് ബോസ് ഇറങ്ങി എത്രത്തോളം മിസ് ചെയ്തു സ്നേഹ എന്റെ ലൈഫിൽ നിന്നെ, അങ്ങനെ ജെനുവനായിട്ട് ഒരു 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 എക്സ്പ്രഷൻ നമുക്ക് കാണണം സ്നേഹയുടെ അടുത്ത്. ആ ലവ് ഫീൽ ചെയ്യണം കേട്ടോ ഞങ്ങൾക്ക്. ലവ് കുറച്ച് ഫീൽ ആയിരുന്നു. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഞങ്ങള് ലവിലായിരുന്നു. ഇപ്പോൾ ലെവലല്ലേ സ്നേഹ? സ്നേഹനോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതെന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. സ്നേഹ എന്ന് പറഞ്ഞ വ്യക്തിനെ +2 +1 കണ്ട് ഞാൻ പിന്നെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് അമ്മേനോട് രാവിലെ സംസാരിച്ച് ആദ്യം അമ്മേനോട് വലിയൊരു താങ്ക് യു പറയണം, സ്നേഹൻ്റെ അമ്മേനോട്. കാരണം +2 കഴിഞ്ഞിട്ട് ഒരാൾ രാവിലെ 6-7 മണിക്ക് വിളിച്ചിട്ട് മോളെ ഇഷ്ടമെന്ന് പറയുമ്പോൾ അവരൊരിക്കലും ഇന്നെ തള്ളി ഇങ്ങോട്ട് വിട്ടിട്ടില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ എനിക്ക് ചീത്ത പറയാൻ പറ്റില്ല, കൂളായിട്ട് അവരത് ഹാൻഡിൽ ചെയ്തു. അമ്മ പറഞ്ഞത് മുതലാണ് എനിക്ക് സ്നേഹ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ഇങ്ങനെ കഥ പറയണം. നമുക്ക് പ്രപ്പോസല്ല, ഞാൻ അറിയാനുള്ള കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി. നമ്മൾ പിന്നെ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു, നമ്മൾ കുറേ മൊമെന്റ്സ് ഷെയർ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തല്ലും അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മിസ് ചെയ്തതെന്ന ഭയങ്കര ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാനും ഈയും തമ്മിലുള്ള ഒരു ടൈം തന്നെയാണ് രണ്ടുപേരും. ഞാനാണ് അതിന് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. ഞാൻ ടൈം തന്നിട്ടില്ല.
ഒരു രീതിയിലും എന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അതൊക്കെ റീകളക്ട് ചെയ്യണം, രണ്ടാമത് അതൊക്കെ പഠിച്ചു വരണം. അതിനൊക്കെ എനിക്ക് ഇപ്പം ഇനി ഒരുപാട് സമയമുണ്ട്, മൈൻഡ് സെറ്റ് ഉണ്ട്. സോ ഐ എം വെരി സോറി. അല്ല, ഞാൻ ആദ്യം പറയാം വെരി സോറി. ബിക്കോസ് സോറി പറയുന്നത് ഞാൻ മനസ്സ് തുറന്ന് പറയുന്നത്. കാരണം ഞാൻ വിഷമിപ്പിച്ച അത്ര എന്നെ ആരും വിഷമിപ്പിച്ച് കാണൂല. അത് ഉറപ്പാണ് എനിക്ക്. വേറെ ആരും എന്നെ അത്ര വിഷമിപ്പിച്ച് കാണില്ല. അതുകൊണ്ട് ഇനി എന്നെ വിഷമിപ്പിക്കില്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഇനി ഞാൻ വിഷമിപ്പിക്കില്ല. ഇനി എന്നും നമ്മളുടെ ആ ഒരു വൈബ് അങ്ങനെ തന്നെ പോകും. വേണമെങ്കിൽ ഒരു ഉമ്മയും കൂടി കൈ കൊടുക്കാം. ലവ് യു. സോ ബ്യൂട്ടിഫുൾ. എന്റെ കണ്ണെന്ന് ഓക്കെ, ഇനി കുറച്ച് കുട്ടി കുട്ടി ചോദ്യങ്ങളേ ഉള്ളൂ. ഇതിൽ ആര് കപ്പടിക്കും അല്ലെങ്കിൽ ആര് കപ്പടിക്കണം എന്നാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹം? എനിക്ക് സിജോ കപ്പടിക്കണം എന്നാണ്. അത് കഴിഞ്ഞ അബി. സിജോ ഇല്ലെങ്കിൽ അബി ആണ്. സ്നേഹയ്ക്ക് സിജോ, അബി അല്ല. എന്റെ പക്ഷേ സിജോ പറയാൻ കാരണം എനിക്ക് ഏറ്റവും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ജെന്യൂൻ ആയിട്ട് സായിന്റെ കൂടെ ഏറ്റവും കൂടുതൽ നിന്നത് സിജോ. എനിക്ക് സിജോ എന്ന് പറഞ്ഞ ബ്രദർ ഭയങ്കര ബ്രദർലി ഫീലാ. അബി എന്ന് പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ പറഞ്ഞ സായി ഒരു പ്രാവശ്യം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ നിങ്ങൾ മറ്റേ ഇവര് പുറത്തിരുന്നിട്ട് അകത്തെന്തോ അടിയ എന്തോ നടന്നുകൊണ്ടിരിക്കുക. സായി അഭിഷേക് പുറത്തുനിന്നിട്ട് എന്തായിരിക്കും പുറത്തെ ലോകം അറിയില്ലടാ. തലപ്പാക്കട്ടി ബിരിയാണി പോയിട്ട് നമ്മൾ എന്ത് സത്യം. ഞങ്ങൾ ടൂർ പോകണം, തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കണം. ഞങ്ങൾ സംസാരം മൊത്തം അങ്ങനെയാ. അതെ, ഫുള്ള് സാധനങ്ങൾ. അപ്പോൾ അബി എന്ന് പറയുന്നത് നല്ലൊരു ഫ്രണ്ട്. എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടിയൊരു ബെസ്റ്റ് ഫ്രണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു കാര്യം ആലോചിക്കണം, അബീനെ ഇവിടുന്ന് കയറുന്നതിന് മുമ്പ് അബീനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് ഞാൻ. അബി ആരാ, എന്താ, എങ്ങനെയാ, അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഫേസ് ഇട്ടാ, റിയൽ അല്ല, സോഷ്യൽ മീഡിയ എങ്ങനെയാന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ ചെറിയ ഒരാളായിട്ട് ഞാൻ കണക്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചു. അതെ, കാരണം അബിക്ക് ഭയങ്കര എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അബി എന്താ ഏതാ അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ അതിനകത്ത് കയറിയിട്ട് ഞാനും അബിനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയി, ഭയങ്കര ഫ്രണ്ട്സ് ആയി. പക്ഷെ പുറത്തിറങ്ങിയ ഒരുപാട് പേര് ഇവനാ. അപ്പൊ പക്ഷെ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ആള്. ശരിക്കും അമ്പോറ്റി പ്ലെയർ. ആ ഫസ്റ്റ് ദിവസം ഭയങ്കര നെഗറ്റീവ് പേരറിയില്ലേ, അമ്പോറ്റി പ്ലെയർ, അമ്പോറ്റിക്കുട്ടിയെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ സ്നേഹയോട് വേറൊരു കാര്യം ചോദിക്കാം. ഈ വയൽക്കാട് കയറിയ 6 പേരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ കണ്ടസ്റ്റൻസ് ആരായിരുന്നു? ഇന്നെന്തായാലും പറയില്ല, പിന്നെ ഞാൻ കൂടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല, ആ സമയത്ത് ഗെയിം വെച്ച് നോക്കിയപ്പോ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നി സിബിൻ ആൻഡ് പൂജ. ഇപ്പൊ ഫയർ ആവും. അല്ല, പിന്നെ ആ ഒരു മീഡിയ ടാസ്ക് ഉണ്ടായിരുന്നില്ലേ, അതില് പൂജയും സിബിനും ഭയങ്കര സൂപ്പറായിട്ട്. വ്യത്യാസമുണ്ട്. പൂജ എങ്ങനെയാണെന്ന് അറിയോ, 24/7 ഇത് ചെവിയിൽ എന്നെ പണി എടുക്കരുത് അറിയോ. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഫുൾ ടൈം. പക്ഷെ എന്തറിയോ, പൂജന്റെ ഒരു സംസാരം ഭയങ്കര. ഞങ്ങളുടെ ടീമിന് നോറയായിരുന്നു. ആ ടാസ്കിന് പോയപ്പോ ഞാൻ പറഞ്ഞു, നോറ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞു കേട്ടോ. അതിന് ഓടിക്കോളൂ. ഓക്കെ, ഇനി സ്ട്രെച്ചർ കൊണ്ടുവരണോ? പരിപാടിയായിരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് സായി. ഇനി അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ കാണണം. പറ്റെങ്കിൽ 2-3 സിനിമയൊക്കെ അഭിനയിക്കൂ. വേണ്ടേ? സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം. ഓ എടാ, അപ്പൊ എന്നെ വിളിക്കണം കേട്ടോ, ഞാൻ അഭിനയിക്കാൻ വരാം. അഭിനേതാവുണ്ട്. ഇനി അടുത്തത് മറ്റേ സ്നേഹ ഏജന്റ് കാണണം. ഏജന്റ് തമ്മിൽ സോഷ്യൽ മീഡിയ ഇപ്പൊ എല്ലാരും പറഞ്ഞത് സീക്രട്ട് ഏജന്റ് സായി അവിടെ നിൽക്കണ്ട, ഞാൻ റിവ്യൂ പറഞ്ഞാൽ മതി കണ്ട. ആ ചാനലിൽ ഇനി പേര് മാറ്റിക്കോ. ഓക്കെ, അപ്പം സ്നേഹ താങ്ക് യു സോ മച്ച്. സായി അടിപൊളിയായിട്ട് കാര്യങ്ങൾ പോട്ടെ. Okay, tata bye. Bye. Okay. Chennai Samartha Group of Institution, India Gold Medal College, 25,000 students placed so far.